ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ലയിച്ചു. അടുത്ത സംസ്ഥാനത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചോറ് തരുന്ന പോലെ കേരള ജനതയെ ഊട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലേ പിന്നെ കവിയായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഞാൻ എഴുതിയാണ്. ആ സ്തുതിഗീതമെന്നോ എന്ത് വേണോ നിങ്ങൾ പറഞ്ഞു, എനിക്കതിലൊന്നും ഒരു വിഷയവുമില്ല. ചെങ്കൊടിക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി. ചെങ്കൊടിക്ക് കാവലാണ്. അങ്ങനെ കേരളത്തെ നയിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. മുഖ്യമന്ത്രിയെ പറ്റിയുള്ള സ്തുതിഗീതം എഴുതിയ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനൻ മീഡിയാവിനോടൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗാനം എഴുതാൻ തീരുമാനിച്ചത്? എന്നോട് സംഘടനയുടെ പ്രസിഡന്റ് പി ഹണി അവറുകൾ പറഞ്ഞു, നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു കവിത വേണം, ഒരു വിപ്ലവകരമായിട്ടുള്ള കവിത. അത് പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് സാവനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒരു കവിത എഴുതി കേട്ടോ. അത് പക്ഷേ എനിക്ക് അത്ര ഒരു ഉയിരുള്ളതായിട്ട് തോന്നിയില്ല. രണ്ടാമത് ഞാൻ ഒരു രാത്രിയിൽ 2.5 മണിക്കിരുന്ന് എഴുതി 5.5 മണിക്ക് തീർത്തൊരു കവിതയാണ്. അപ്പോൾ എഴുതി വന്നപ്പോൾ അത് അങ്ങ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ലയിച്ചു പോയി. അപ്പം ഞാൻ എഴുതി വന്ന കേരളത്തിൽ കാര്യം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അങ്ങയുടെ അച്ഛൻ എൻ്റെ വീട്ടിലിപ്പം പൈസയില്ല, ദാരിദ്ര്യമാണ്. അടുത്ത സംസ്ഥാനത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചോറ് തരുന്ന പോലെ കേരള ജനതയെ ഊട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലേ പിന്നെ കവിയായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഞാൻ എഴുതിയാണ്. ആ സ്തുതിഗീതമെന്നോ എന്ത് വേണോ നിങ്ങൾ പറഞ്ഞു, എനിക്കതിലൊന്നും ഒരു വിഷയവുമില്ല. മുഖ്യമന്ത്രി വലിയ ഇഷ്ടമാണ് എനിക്ക്. മുഖ്യമന്ത്രി എനിക്കെന്ന് മാത്രമല്ല, കേരളത്തിലെ അങ്ങ് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. മുഖ്യമന്ത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അതിനെ തള്ളിയൊന്നും പറഞ്ഞില്ല, പാട്ടൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ, അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് വെച്ചാലേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ഇവിടെ മറ്റുള്ളവരുടെ നന്മ മാത്രമേ നോക്കില്ല. അദ്ദേഹത്തെ പറ്റി സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും അദ്ദേഹം അതിലൊന്നും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ലല്ലോ. അതാണ് പച്ചയായ മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ രക്ഷകനാണ്, കേരളത്തിന്റെ രക്ഷകനാണ്. അതുകൊണ്ട് ഞാൻ കവിത എഴുതിയാണ് സുഹൃത്തെ, അല്ലാതെ എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല. ആദ്യത്തെ കവിത ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഈ വരികളിലേക്ക് എത്തിപ്പറ്റിയത്? അത് പറയാം. ഞാൻ ആദ്യം എഴുതിയത് കേകാവൃത്തത്തിലാണ് എഴുതിയത്. കേകാവൃത്തത്തിൽ എഴുതുമ്പോൾ അത് ഒരു സുഖമില്ല, അത് തൈമാവിൽ നിന്ന് ആ രീതിയായിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എഴുതി അത് ശരിയാവില്ല, അതൊരു ഉഷാറ് വരില്ല, ഒരു ഉയിര് വേണം. അങ്ങനെ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കിടന്ന് രാത്രി 2 മണിയായപ്പോൾ ഞെട്ടി ഉണർന്ന് എൻ്റെ അച്ഛൻ പൂവത്തൂർ ഭാർഗവൻ മഹാവി എഴുതിയിട്ടുണ്ട്. 3 മഹാവി എഴുതിയിട്ടുണ്ട്. സന്ദേശകാവ്യം, ഖണ്ഡകാവ്യം, 10,000-ൽ പരം കവിതകൾ, ഇതെല്ലാം എഴുതിയ പൂവത്തൂർ ഭാർഗവൻ സാർ എന്ന് പറയുന്ന എൻ്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പിണറായി സാറിനെ അങ്ങ് മനസ്സിലിരുത്തിക്കൊണ്ട് അങ്ങ് എഴുതി. എന്റെ സുഹൃത്തെ കിടിലായിട്ട് അങ്ങ് വന്നു. എന്തായാലും നിങ്ങളെപ്പോലുള്ളവരെല്ലാവരും കൂടി വിചാരിച്ചപ്പോ നമ്മളെ ഒരു തലത്തിൽ കൊണ്ടെത്തിച്ചു. പൊതുവെ മുഖ്യമന്ത്രി ഇങ്ങനെ വ്യക്തിപൂജയൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ പറ്റി എഴുതുമ്പോൾ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ? ഇല്ല, എനിക്ക് ഒരു ആശങ്കയില്ല. എന്റെ രക്ഷയിന് വേണ്ടി ഞാൻ എഴുതുന്നു. അതിൽ എന്ത് കുഴപ്പം വന്നാലും അത് എന്നോട് ക്ഷമിക്കും. എനിക്കറിയാം, എന്നോട് ക്ഷമിക്കും. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവാത്ത രീതിയിലാണ് ഞാൻ എഴുതിയത്. എനിക്കത് വിശ്വാസമുണ്ട്. അതിൽ ഒരു തെറ്റും ഒരു ഭാഗത്തും വരുത്തിയിട്ടുമില്ല, അത് വരികയില്ല. അതല്ല എന്റെ അച്ഛന്റെ ഒരു കടാക്ഷമാണ്. പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് വേണ്ടി ഒന്നുകൂടെ പാടുവോ? പാടാലോ. ചെങ്കൊടിക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി. ചെങ്കൊടിക്ക് കാവലാണ്. അങ്ങനെ കേരളത്തെ നയിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. അതുകൊണ്ട് എഴുതിയാണ്. എന്റെ സർഗവാസന ഞാൻ എന്റെ കേരളത്തിലെ ഭരണാധികാരിക്ക് വേണ്ടി സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ സാദിഖ് പാർക്കലിനൊപ്പം RB സനു, മീഡിയ 1.